ഒരിക്കൽ ഒരു സിംഹം തൻ്റെ ആശ്രിതരായ കുറുക്കനെയും കഴുതയെയും കൂട്ടി നായാട്ടിനിറങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും നായാടി കിട്ടിയ മൃഗങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് 3 പേർക്കുമായി പങ്കുവെക്കുവാൻ സിംഹം കഴുതയോട് ആവശ്യപ്പെട്ടു. തങ്ങൾ 3 പേരും ചേർന്നാണല്ലോ നായാട്ടിന് പോയത് എന്ന ആലോചനയിൽ കഴുത അത് 3ആയി ഭാഗിച്ച് ഒരു ഭാഗം സിംഹത്തിനും ഒരു ഭാഗം കുറുക്കനും ഒരു ഭാഗം തനിക്കുമായി നീക്കിവെച്ചു. ആ പങ്കുവെക്കലിൽ അതൃപ്തനായ സിംഹം കോപം കൊണ്ട് ഗർജിച്ചു. സിംഹം ഒറ്റയടിക്ക് കഴുതയുടെ കഥ കഴിച്ചു. എന്നിട്ട് കുറുക്കനോടായി ഭക്ഷണം വീതം വയ്ക്കാൻ ആവശ്യപ്പെട്ടു. കുറുക്കനാകട്ടെ 3ൽ 2 ഭാഗങ്ങളും സിംഹത്തിന് നീക്കിവെച്ചു. ശേഷമുള്ള ഒരു ഭാഗം കൊണ്ട് തൃപ്തനായി. സംപ്രീതനായ സിംഹം കുറുക്കനോട് ചോദിച്ചു, "നീ എങ്ങനെ ഇത്ര ബുദ്ധിപൂർവം വീതം വയ്ക്കാൻ പഠിച്ചു?" അപ്പോൾ കുറുക്കൻ മറുപടി പറഞ്ഞു, "ദാ ഈ കഴുതയ്ക്ക് സംഭവിച്ച ഗതികേടിൽ നിന്ന് എനിക്കൊരു വിലയേറിയ പാഠം പകർന്നു കിട്ടിയതുകൊണ്ട്." ഈ കഥയിലെ കുറുക്കൻ തനിക്ക് അവകാശപ്പെട്ടത് മാത്രം എടുക്കാൻ വിവേകം കാണിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അന്യായമായിട്ടുള്ളതിനൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ഈ പ്രപഞ്ചത്തിലും പരിസ്ഥിതിയിലും ലഭ്യമായിട്ടുള്ള സകലതിൻ്റെയും ഉപയോഗത്തിലും ഈ ഒരു മനോഭാവം തന്നെ നാം പിന്തുടരുന്നത് നന്നായിരിക്കും. നമുക്ക് അർഹതപ്പെട്ടതിൽ മാത്രം തൃപ്തിപ്പെടുക. അല്ലെങ്കിൽ കഴുതയ്ക്ക് പറ്റിയ അബദ്ധം പോലെ നമ്മുടെയും ജീവിതം പല അപകടങ്ങളിലും ചെന്നു ചേർന്നെന്ന് വരാം.